പുൽക്കൂട്ടിലേക്കുള്ള പുണ്യയാത്രയിൽ നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് എപ്രകാരം കൃപയുള്ള കാവൽക്കാരായി നമുക്ക് മാറുവാനായിട്ട് സാധിക്കും എന്ന സുഹൃത്തത്തെക്കുറിച്ചാണ്. തിരുവചനം വിശുദ്ധ യൗസേ പിതാവിനെ കൃപയുള്ള കാവൽക്കാരനായിട്ട് ചിത്രീകരിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1, 2 അധ്യായങ്ങളിലെ വിശുദ്ധ യൗസേ പിതാവ് കണ്ട സ്വപ്നങ്ങളെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് വിവരിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ സ്വപ്നം എന്നത് പരിശുദ്ധ കന്യകാമറിയത്തെ സംബന്ധിക്കുന്നവയായിരുന്നു. ആ സ്വപ്നത്തില് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് എന്ന് കർത്താവിൻ്റെ ദൂതൻ വിശുദ്ധ യോസേപ്പിതാവിനെ അറിയിച്ചപ്പോൾ അദ്ദേഹം നിദ്രയിൽ നിന്ന് ഉണർന്ന് തൻ്റെ വിചാരങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വിചാരങ്ങളിലേക്ക്, ദൈവിക പദ്ധതികൾ പൂർത്തിയാക്കുവാനായിട്ട് ഇറങ്ങിപ്പുറപ്പെടുന്ന വിശുദ്ധ യോസേപ്പിതാവിനെയാണ് നാം അവിടെ കണ്ടുമുട്ടുക. ചുറ്റുമുള്ള പ്രതിബന്ധങ്ങൾക്കും പ്രതികരണങ്ങൾക്കും നിയമങ്ങൾക്കും കുറ്റം വിധിക്കാനിരിക്കുന്ന ആളുകൾക്കുമൊക്കെ അപ്പുറത്തേക്ക് ജീവന് വില കൽപ്പിക്കാൻ, ദൈവിക പദ്ധതി നടപ്പാക്കാൻ വേണ്ടി വിശുദ്ധ യൗസേ പിതാവ് നീതിയുടെ പടച്ചട്ട ധരിച്ചുകൊണ്ട് നടത്തിയ പോരാട്ടമാണ് അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ കൃപയുള്ള കാവൽക്കാരനാക്കി മാറ്റിയത്. യൗസേ പിതാവ് കണ്ട രണ്ടാമത്തെ സ്വപ്നം ഉണ്ണിയേശുവിനെ കുറിച്ചായിരുന്നു. ആ സ്വപ്നത്തില് ഹെരോദേസ് രാജാവിൻ്റെ കയ്യിൽ നിന്ന് രക്ഷ നേടുവാനായിട്ട് പരിശുദ്ധ കന്യകാമറിയത്തെയും ഉണ്ണിയേശുവിനെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക എന്ന കർത്താവിൻ്റെ ദൂതൻ്റെ അരുൾപ്പാടനുസരിച്ച് അപ്രകാരം നിറവേറ്റുവാനായിട്ട് യൗസേ പിതാവ് സദാ സന്നദ്ധനാവുകയാണ്. ഈ സ്വപ്നങ്ങളുടെ വെളിച്ചത്തിലാണ് യൗസേ പിതാവിനെ നല്ലൊരു വളർത്തുപിതാവ് അല്ലെങ്കിൽ രക്ഷകന്റെ സംരക്ഷകൻ തുടങ്ങിയ വിശേഷണമൊക്കെ അദ്ദേഹത്തിന് ലഭിക്കുക. അപ്രകാരം സ്വർഗീയ പിതാവ് എന്താഗ്രഹിച്ചുവോ അത് ആ സ്വർഗീയ പിതാവിൻ്റെ നിഴല് പുത്രനായ ഈശോ മിശിഹായ്ക്ക് കൊടുക്കത്തക്ക രീതിയിൽ യൗസേ പിതാവ് പ്രവർത്തിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് ചുറ്റുമുള്ള സഹോദരരുടെ കാവൽക്കാരായി മാറുവാനുള്ള ഉത്തരവാദിത്വവും കടമയും നമുക്കുണ്ട്. കുടുംബത്തെ സംരക്ഷിക്കേണ്ടവർ തന്നെ കുടുംബത്തിൻ്റെ ഘാതകരായിട്ട് മാറുമ്പോൾ, സമൂഹത്തിലെ നീതി പ്രവർത്തിക്കേണ്ടവർ അനീതിക്ക് കൂട്ടുനിൽക്കുമ്പോൾ, ജീവന് വില കൽപ്പിക്കാതിരിക്കുമ്പോഴെല്ലാം വിശുദ്ധ യൗസേ പിതാവ് നമുക്ക് മുന്നിൽ വലിയൊരു വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ആ നല്ല പിതാവിനെ പോലെ നമ്മുടെ ആത്മീയ ജീവിതയാത്രയിൽ കൃപയുള്ള കാവൽക്കാരായി മാറാൻ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ജീവിത നിയോഗങ്ങളോട് വിശ്വസ്തത പുലർത്തുവാൻ, ജീവന് വില കൽപ്പിക്കുവാനായിട്ട് ഇന്ന് പുൽക്കൂട്ടിൽ നിന്ന് യൗസേ പിതാവ് നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്.